ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങൾ, അതായത് സായാഹ്ന വിശേഷങ്ങൾ പറയാമല്ലോ. അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പം കുറേ ലേറ്റായി വരാൻ, ഒരു 5 മണിക്ക് അടുത്തായി വന്നപ്പോഴത്തേനും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് താമസിച്ചായിരുന്നു. അപ്പോൾ വന്ന പാടെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് മീനും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത്. മീൻ കൊണ്ടുവന്നപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചു, എടുക്കാൻ പതുക്കെ എടുക്കത്തുള്ളൂ, വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വന്നപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ മീൻ എടുത്ത് വെളിയിൽ വെച്ച്. മീൻ മങ്കടയല്ല വങ്കട, എന്തോ വങ്കടയാണോ ഞാൻ മങ്കടയെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ വങ്കടയെന്ന് പറഞ്ഞ് തിരുത്തും. അപ്പം എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മങ്കടയാണോ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഞാൻ മങ്കടയെന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോവയ്ക്ക, വെണ്ടയ്ക്ക, കൊച്ചുള്ളി, പാവയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളെടുക്കും. അപ്പോൾ പിന്നെ മോക്ക് ഒന്ന് ഉച്ചയ്ക്ക് കൊടുക്കാൻ കഞ്ഞിയും പയറുമായിരുന്നു. ചോറ് കൊടുത്തണമെങ്കിൽ എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചോറ് മാത്രം കഴിച്ചില്ല. അപ്പോൾ പിന്നെ കഞ്ഞിയാക്കി കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് രാത്രിയിലും അത് തന്നെയായിരിക്കും കഴിക്കുന്നത്. പിന്നെ പനി, നല്ല രീതിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മോടെ പനി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായക്ക് വെച്ച വെള്ളം തിളച്ചങ്ങനെ ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ എടുത്തുകൊണ്ടുവന്ന് ജമുന് കൊണ്ട് കൊടുത്തു. പിന്നെ ഇപ്പം പനി നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല പനിയായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഇനിയിപ്പോൾ മെഴുക്കുരട്ടിയൊക്കെ വെച്ച് ചോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ ചോറ് കഴിക്കും, എന്നാലും ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ആ കഞ്ഞി ഇരുന്നത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീൻകറിയും ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ആരും കഴിക്കില്ല. ഇനി ഈ മീൻകറി ഞാൻ തന്നെ കഴിക്കണം. തലേന്നത്തെ മീൻകറിയൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ തടിച്ച് വരുന്നത്. അധികം വരുന്നത് കഴിച്ച് ഞാനിപ്പോൾ പ്ലസ് സൈസ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്തും തുടച്ചും കൊടുക്കും. അപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങൾക്കറിയാലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെങ്കിലും ഒരു മനസ്സമാധാനം. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ മീൻ വെട്ടുന്ന കലാപരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അത് 2 മങ്കടയും ഉള്ളായിരുന്നു. അത് എനിക്ക് എളുപ്പം, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മത്തി അങ്ങനെയൊക്കെയുള്ള പൊടിമീനൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിലാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. അങ്ങനെ പിന്നെ അരി അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നാളത്തേക്കുള്ള അരി അരച്ച് മാറ്റി വെച്ച് പതുക്കെ മീൻ കറിയിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു കുളി അങ്ങ് പാസ്സാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അരി അരയ്ക്കാനുള്ള എല്ലാം എടുത്ത് അങ്ങനെ അരി ഉഴുന്നും എല്ലാം അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അവർ രണ്ടുപേരും വന്ന് എന്നോട് ഇങ്ങനെ മിണ്ടുകയും പറയും, ഓരോരോ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് തിരിച്ച് വർത്താനം പറയും. പിന്നെ അങ്ങ് പോകും. പിന്നെ രണ്ടുപേരും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. ഞാൻ എന്തെടുക്കും എന്നിങ്ങനെ നോക്കി എന്നോട് വർത്താനം പറഞ്ഞു വരും. അങ്ങനെ പിന്നെ ഇടയ്ക്ക് അവരോട് വർത്താനം പറയും, പിന്നെ ഇടയ്ക്ക് ജോലി ചെയ്യും. പിന്നെ ഇടയ്ക്ക് 24 മണിക്കൂറും എത്ര വയ്യാന്നുണ്ടെങ്കിലും ഒരു സമയം അടങ്ങിയിരിക്കാത്തൊരു മോളാണ് എൻ്റെ മോള് നക്ഷത്ര, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വയ്യായെങ്കിലും അവൾ ഒരിടത്ത് ഇങ്ങനെ മാറിയിരിക്കുന്ന ടൈപ്പൊന്നും അല്ല, ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ടൈപ്പ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുവേ, അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അവളോടും ആയിട്ട് അലച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ള അരിമാവാണ് അരച്ച് വെക്കുന്നത്. അപ്പം ഇഡ്ഡലിക്കും ദോശയ്ക്കെല്ലാം ഞാൻ ഒരേ രീതിക്ക് അങ്ങ് അരച്ച് വെക്കും. അപ്പം ഞാൻ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് അരച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2-3 ദിവസം എടുക്കും. അപ്പം നല്ല കൂടുതൽ മാവ് വെച്ച് 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് അരച്ച് വെക്കും. അരച്ചിട്ട് ഇത് കലക്കിയിട്ട് കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ വെളിയിൽ വെക്കും. അപ്പം വെളിയിലിരിക്കുന്ന മാവ് പുളിച്ച് കറക്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിലിരിക്കുന്ന മാവ് എടുത്ത് തലേന്ന് രാത്രിയിൽ എടുത്ത് വെളിയിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ കാലത്തിൽ ഇങ്ങനെ അരച്ച് വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് 2 പ്രാവശ്യത്തേക്കൊക്കെ കാണും ദോശമാവ്. അങ്ങനെ അതെല്ലാം ഒതുക്കി അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തു. അപ്പോൾ രാത്രിയിലത്തേക്ക് കറിയൊന്നുമില്ല. അപ്പോൾ ഈ മീനും വാങ്ങിച്ചുകൊണ്ട് വന്നതും മീൻകറിയും വെച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കാവുന്നൊരു പ്ലാനിങ്ങിലാണ്. അപ്പം വെണ്ടയ്ക്ക കുറച്ചെടുത്തിട്ട് അതിനകത്തിൽ കുറച്ച് അധികം മൂത്ത വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ച് നല്ല കുരുന്ന വെണ്ടയ്ക്ക മാത്രം എടുത്ത് മെഴുക്കുവരട്ടിക്കുള്ളത് എടുത്തിട്ട് അരിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഫാൻസ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ മെഴുക്കുവരട്ടി അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരും ഇല്ല. അങ്ങനെ വെണ്ടയ്ക്ക അധികം ആരും കഴിക്കത്തില്ല. പിന്നെങ്കിലും വെക്കുമ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ നക്ഷത്രമോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞാവയ്ക്ക് മെഴുക്കുവരട്ടികളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ അവൾ എരിവ് അധികം കഴിക്കാത്ത ഒരു ടൈപ്പാണ്. അതുകൊണ്ട് മെഴുക്കുവരട്ടിയോടൊക്കെ ഭയങ്കര ക്രേസാണ്. വെണ്ടയ്ക്ക ആയാലും കോവയ്ക്ക ആയാലും പയർ, അങ്ങനെ മെഴുക്കുവരട്ടികളെല്ലാം കൂടുതൽ കഴിക്കും. അവൾ കഴിക്കാത്തത് പാവയ്ക്ക മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മെഴുക്കുവരട്ടികളും അവൾ കഴിക്കും. അവൾക്ക് അങ്ങനെ മറ്റ് മീൻകറികളോ അങ്ങനെയുള്ള എരിവുള്ള കറികളൊക്കെ വേണമെന്നൊരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് മുട്ട പൊരിച്ചൊക്കെ കൊടുത്താലും കഴിക്കും. എരിവുള്ള ഒരു കറികളും കഴിക്കത്തില്ല. ഇനി പതുക്കെ എരിവൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വളർന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാകുമെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഇപ്പം ഞാൻ കുറേശ്ശെ എരിവൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പം മുളക് കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തിൽ മീൻ കഷ്ണം മീനിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാറുമൊക്കെ കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നമാണ്. എങ്കിലും ഞാൻ കണ്ണൊക്കെ ഉരുട്ടി കാണിച്ച് പേടിപ്പിച്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ വെള്ളം എടുത്തുകൊണ്ടു നോക്കും. എരിവെന്ന് പറയുമ്പോഴത്തേന് ഞാൻ വെള്ളം എടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ വെള്ളം കുടിച്ച് ഇപ്പോൾ കുറേശ്ശെ എരിവൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലിയ തരക്കേടില്ലാതെ കഴിക്കുന്നെങ്കിലും ഭയങ്കര പാടാണെങ്കിലും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മീൻകറി ഒന്നും തൊട്ടുപോലും നോക്കൂല. അന്നേരം വേണ്ടാന്ന് പറയും. ഒന്നും ഇല്ലാത്ത തീരെ എരിവില്ലാത്ത കറികളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് മീൻകറിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാനും മെഴുക്കുവരട്ടി വെണ്ടയ്ക്കായിരുന്നു അടുപ്പത്ത് വെച്ച് മെഴുക്കുവരട്ടിക്ക് വെച്ചിട്ട് ഞാനും പതുക്കെ ചായ കുടിക്കാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് ചൂടോടെ കഴിക്കാനൊക്കത്തില്ല. എനിക്ക് ഒരുപാട് ചൂട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പതുക്കെ ചെറിയ ചൂട് മാറിയിട്ടേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചായ ഇട്ട് വെച്ചിട്ടും കഴിക്കാഞ്ഞത്. ഇപ്പം പിന്നെ കുറച്ച് ചൂട് മാറിയെന്ന് വലിച്ചെടുത്തേ, പക്ഷെ മാറിയില്ല. വീണ്ടും ഞാൻ തിരിച്ചു വെച്ച്.
അങ്ങനെ പിന്നെ മെഴുക്കുവരട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ മീൻ വെക്കുന്ന കലാപരിപാടിയിലോട്ട് കഴിഞ്ഞു. ഇന്നൊരു സ്പെഷ്യലായിട്ട് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ല മൂപ്പിച്ചെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എണ്ണയിൽ വഴറ്റാതെ കറി വെച്ച് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കറി വെച്ച് കഴിക്കാം. ഒരു ചേഞ്ചിന് വേണ്ടി കറി വെച്ച് കഴിക്കാം. ഇന്നലെയും മീൻകറി മുളക് കറിയായിരുന്നു. അപ്പം ഇന്നൊരു ചേഞ്ച് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിലിട്ട് മൂപ്പിച്ച് കടുക് വറക്കാതെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതിനകത്തിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വെള്ളവും ഒഴിച്ച് പിന്നെ അതിനകത്തിലോട്ട് പുളി ഒഴിച്ച് ഉപ്പും എല്ലാം ഇട്ടിട്ട് പിന്നെ തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ മീനും എല്ലാം ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കഴിക്കുക. അത്രയുള്ള ഞാൻ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി വെച്ച മീൻ കറിയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്ന പല രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് തോന്നും. അങ്ങനെ പിന്നെ എൻ്റെ മോള് അടുക്കള വശത്ത് വെളിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അവളെ വഴക്കും പറയുന്നുണ്ട്, അവളോട് കയറാനും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാലും കണ്ടുണ്ടോ കേൾക്കുന്നത്. അങ്ങനെ പിന്നെ മീൻകറി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പോയി കുളിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ടി വിയൊക്കെ കണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് രാത്രി ചോറ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് തിരുത്താൻ റെഡിയാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് നമ്മളിങ്ങനൊരു പരിപാടി ചെയ്തു വരുമ്പോൾ പഠിച്ച് വരുന്നതിൻ്റെ ഒരു ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മളത് കണക്കേ ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് തിരുത്തി ചെയ്യാൻ എനിക്ക് ഒരു മനസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരിക, അത് നിങ്ങളുടെ മനസ്സ്. അത് നല്ല രീതിയിലൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരുത്താൻ ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ മീൻ കറിക്ക് അരപ്പും എല്ലാം ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മീൻ കഷ്ണങ്ങളും ഒക്കെ വാരി ഇട്ടതിന് ശേഷം മീൻ കറി അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ മീൻ കറി സെറ്റായി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് വീണ്ടും മുന്നോട്ട് കുതിക്കാനും പായാനും ഒക്കെ പറ്റത്തുള്ളൂ. ഒരുപാടൊന്നും കുതിച്ചില്ലെങ്കിലും പതുക്കെയെങ്കിലും കയറി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം മീൻ കറി അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കുളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.